കോഴി ഇങ്ങനെയൊക്കെ കുത്തുവോ? കോഴി കുത്തുമെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണിത്. ഇത് എവിടൊക്കെയാണ് അപ്പൊ പരിക്കുള്ള എവിടേക്കാ? എൻ്റെ മൂക്കിന്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ തലയിലും ഇതുമായിട്ട് മൊത്തം 12 കുത്തിക്കെട്ട്. 12 കുത്തിക്കെട്ട്? എന്റെ ദൈവമേ. പൂവൻകോഴി കാരണം 12 തുന്നിക്കെട്ടിൽ ഇടേണ്ടി വന്ന ഒരു അമ്മയാണ്. സത്യം പറഞ്ഞാൽ പൂവൻകോഴിയെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചാടിക്കറി പറഞ്ഞാണ് കൊത്തിയത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പൂയപ്പള്ളി മരുതവൻപള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ അമ്മയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം പൂവൻകോഴി കൊത്തി പരിക്കേൽപ്പിച്ച് 1 അല്ല 5 അല്ല 12 തുന്നലാണ് ഈ അമ്മയ്ക്ക് ഇടേണ്ടി വന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോയാണ് ചികിത്സ നടത്തിയെന്ന് ആലോചിച്ച് നോക്ക്. പറന്നു കുത്തു വരുന്നില്ലേ? ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ മുറിവുണ്ട്, ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ തെരുവുനായ ആണെങ്കിൽ ഇവിടെ പൂവൻകോഴിയാണ് വില്ലൻ. ആരോടെങ്കിലും പറയാൻ പറ്റൂ? പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ എന്നപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ആശുപത്രി ഡോക്ടർമാരോട് പറഞ്ഞപ്പോൾ അവരും വിശ്വസിക്കുന്നില്ല. പൂവൻകോഴി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അമ്മ ആ ഒരു സംഭവത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. അമ്മ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ദേഷ്യപ്പെടി ചേർന്ന് എൻ്റെ നേരെ വന്നു. ഞാൻ പറഞ്ഞു പോ കോഴി എന്ന് പറഞ്ഞു. കൈയടിച്ചു പോ കോഴി എന്ന് പറഞ്ഞു. ഈ കോഴി എൻ്റെ നേരെ കയറി എൻ്റെ തലയ്ക്ക് ഞാൻ നിൽക്കുന്ന പൊക്കത്തിന് ചാടിയ തലയിൽ കയറി ആദ്യം ഒരു കൊത്തി. എവിടെ? ഈ തല ഇങ്ങനെ. ആദ്യം തലയിലാണ് കൊത്തുന്നത്? ആദ്യം തലയിൽ തന്നെ കൊത്തിയത്. ഞാൻ ഒരു തുണയും പറഞ്ഞല്ല. ഞാൻ ഒരു കോഴി എന്തൊരു കഷ്ടം, വഴി അടക്കാനും സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു രണ്ടാമതും കയറി കൊത്തി, ചാടിക്കയറി പറഞ്ഞാണ് കൊത്തിയത്. കോഴി ഇങ്ങനെയൊക്കെ കുത്തുവോ? കോഴി കുത്തുമെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണിത്. നമ്മൾ കോഴി കൊത്തുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇമാതിരി കുത്തുന്നുള്ള ആദ്യമായിട്ടാണ്. ഇതൊരു അത്ഭുതമാണ്. കാരണം ചെറുപ്പത്തിലേക്ക് നമ്മളെ കുഞ്ഞുനാളിൽ കോഴി കൊത്താനൊക്കെ ഓട്ടിച്ചിട്ടുണ്ട്. അത് അന്നേരം തിരിഞ്ഞു മാറിപ്പോ നമ്മള് കല്ലെടുത്തെറിയുമ്പോൾ തിരിഞ്ഞു മാറിപ്പോവും. പക്ഷെ ഇത്ര മാരകമായി തല്ലൊക്കെ ചാടി കയറി ഇന്ന് കുത്തുകയെന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പാട്ടിട്ടുണ്ടിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരു 7:30 ആയപ്പോ അമ്മ പിള്ളേർ ഉറക്കം എണീച്ചത് രാവിലെ. അപ്പൊ അമ്മ ഇതുപോലെ എന്റെ ഭാര്യയുടെ അമ്മയാണ്, എന്റെ അമ്മയാണ്. ഒരു കടയിൽ പോയിട്ട് പാല് മേടിച്ചുകൊണ്ട് ഒരു തേങ്ങ മേടിച്ചുകൊണ്ട് തിരിച്ചു ആ പോസ്റ്റിന്റെ അവിടെ വന്നപ്പോൾ ഈ കോഴി ഇങ്ങനെ ചിറഞ്ഞ് വരുമായിരുന്നു. അങ്ങനെ ഒരു ചിറഞ്ഞ് കിടന്നൊരു മട്ടലിൽ വന്ന. അപ്പോൾ ഇവര് പോവഴിയെന്ന് പറഞ്ഞ് 2 വട്ടം ഓടിച്ചെന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് ഈ കോഴി ചാടി ഇവരെ അഴിക്കാൻ ഇവരിങ്ങനെ തിരിഞ്ഞു മാറി വീണ്ടും രണ്ടാമത് ചാടി ഇവരെ തല്ലിലേക്ക് കയറി പറന്ന് തലയിൽ കയറി കുത്തുവരും. ഇപ്പോൾ 1-2 പ്രാവശ്യം പിള്ളേരൊക്കെ കടയ്ക്ക് പോയപ്പോൾ ഇതുപോലെ ഓടിച്ചെന്ന് പറഞ്ഞ് കുത്താവുന്നില്ല. എന്നാലും നമ്മൾ അങ്ങനെ കരുതുന്നില്ല. ഇല്ല. പിന്നെ രണ്ടാമത് എൻ്റെ ഭാര്യയും മോനും കൂടെ ഇതുപോലെ കടയിൽ പോയപ്പോഴും കൊത്താൻ പോയി. അന്നേരം ഇതുപോലുള്ള കുത്താനും ഓടിച്ചിട്ടില്ല. ഇത് എവിടൊക്കെയാണ് അപ്പൊ പരിക്കുള്ള എവിടേക്കാ? എൻ്റെ മൂക്കിന്റെ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ തലയിലും ഇതുമായിട്ട് മൊത്തം 12 കുത്തിക്കെട്ട്. 12 കുത്തിക്കെട്ട്? എന്റെ ദൈവമേ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ബ്ലഡ് വല്ലാതെ ഇങ്ങനെ ബ്ലഡ് ഒഴുകുകയാണ് കണ്ടവന്. പെട്ടെന്ന് തന്നെ ആള് 2-3 തോർത്തിട്ട് കെട്ടിയിട്ട് ബ്ലഡ് നിൽക്കുന്നില്ല. പെട്ടെന്ന് ഒരു ആട്ടോ വിളിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇവിടെ അടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയി ഡോക്ടറോട് ഇത് കൊടുത്ത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പം വേറെ വീണതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിക്കാണോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ കോഴി കുത്തുന്നു. അപ്പോൾ അവർ തന്നെ കോഴി കുത്തി ഇങ്ങനെ പരിക്ക് പറ്റുമോ? അത് ഇത്രയും അതല്ല. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ കരഞ്ഞു പറഞ്ഞല്ല എന്നെ കോഴി കുത്തിയതാന്ന് പറഞ്ഞു. പറഞ്ഞാരും വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടർ പിന്നെ 2-3 പേര് വന്ന് മാറി നോക്കി. വലിയ പാടായിരുന്നത്. ഒരു പറഞ്ഞു വല്ലാത്തൊരു ഇതായിപ്പോയി. പ്രായമുണ്ട്. അങ്ങനെ നല്ല പല സ്ഥലങ്ങളിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷെ അയൽവാസിയാണ് നമുക്ക്. അതെ, പരാതി കൊടുത്താൽ പോലീസുകാരാണ് മുട്ടു. പോലീസ് 3-4 പ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് നോക്കുക. ഇതെന്തോ ഇങ്ങനെ സംഭവിച്ച് കോഴി ഇങ്ങനെ കുത്തുമെന്ന് ഇത് ആദ്യത്തെ ഒരു സംഭവമാണല്ലോ എന്ന് അവർ തന്നെ ചിരിക്കുമായിരുന്നു. ഒന്നോരല്ല, വിശ്വസിക്കാനില്ല. പിന്നെ അടുത്ത വീടായതുകൊണ്ട് നമുക്ക് ഒരുപാട് പരാതിക്ക് പോകാനും പറ്റില്ല. അടുത്തൊരു വീടായതുകൊണ്ട്